സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് വന്നാൽ എനിക്കെന്ത് ലഭിക്കും? 1 മണിക്കൂർ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടാൽ എനിക്കെന്ത് ലഭിക്കും? അവസാനം ദൈവദാസനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇന്നത്തെ വിശ്വാസികൾ എങ്ങനെയായിരിക്കുന്നു എന്ന് വെച്ചാൽ, വചനം കേൾക്കുന്നതിനേക്കാൾ ദൈവദാസനെ എൻ്റെ തലയിലൊന്ന് കൈവയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ദൈവദാസനെ തൊടണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ചെന്നിട്ട് മുഴങ്കാൽ മടക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത അന്ത്യകാലത്തെ ഉപദേശങ്ങളിൽ കുറയുന്നു. അനേകം ടെലിവിഷൻ ചാനലുകളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പല സന്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യപരിപാടിയുടെ പ്രാധാന്യം എന്തിനാണ്? ദൈവത്തിൻ്റെ വചനത്തിനാണ്. ടെലിവിഷനിൽ വരുന്ന മറ്റു കാര്യപരിപാടികൾക്കും ക്രിസ്തീയ പരിപാടികൾക്കും ഉള്ളതായി വ്യത്യാസം എന്താണ്? ദൈവിക സന്ദേശങ്ങൾ പ്രസംഗിക്കപ്പെടണം. എന്നാൽ ഈ കാലത്ത് അവർ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾ കേട്ടതായ വചനത്തെ കൈക്കൊള്ളുക. വചനം കേട്ടാൽ എനിക്ക് എന്തു കിട്ടും എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ കൂടി നിനക്ക് വിശ്വാസം വർദ്ധിക്കും. ദൈവവചനം കേൾക്കുന്നതിൽ കൂടി ദൈവീയ ജ്ഞാനം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം പരിശോധിക്കപ്പെടുന്നു. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവവചനം കേൾക്കുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും. ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ സംശയങ്ങൾ തീരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിനക്ക് ആത്മീയ ബലം ലഭിക്കാനിടയാകും. അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് മനുഷ്യർ സത്യവചനം കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തവരായി സാങ്കല്പിക കഥകൾക്ക് പിന്നാലെ പോകുന്ന കാലം വരുന്നു എന്ന് അന്നു തന്നെ പൗലോസ് സഭയോട് പറയാനിടയായി. മനുഷ്യർ അനുസരണമില്ലാത്തവരായി തങ്ങൾക്കിഷ്ടമുള്ളതായ ഉപദേശങ്ങളെ കേൾക്കുവാൻ തയ്യാറാകും. അയ്യോ, അങ്ങനെയുള്ള ഉപദേശകന്മാർക്ക് കഷ്ടം. ഞാൻ അങ്ങനെയുള്ള ഉപദേശകൻ അല്ലാതെ ഇരിക്കട്ടെ. നിങ്ങൾ വചനം കേട്ടാലും ഇല്ലേ എങ്കിലും ദൈവം പറഞ്ഞ വചനം പറയുവാനിടയാകട്ടെ. ആ കാലത്ത് യിരെമ്യാവ് പറഞ്ഞു, അവർ കേൾക്കില്ല കർത്താവേ, കേൾക്കില്ല. അവർ കേട്ടാലും ഇല്ല എങ്കിലും പ്രവാചകനൊരുവനുണ്ടെന്ന് അറിയേണ്ടതിനു വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുക. ഈ അന്ത്യകാലഘട്ടത്തിൽ എങ്ങനെയുള്ള അവസ്ഥയാണ് ക്രിസ്തീയ സമൂഹത്തിന് വന്നു ചേരുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ ഉദാഹരണമായി എടുത്തുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഇത് അന്ത്യകാലമാണ്, ലോകത്തിന്റെ അന്ത്യകാലം. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന സമയം ആസന്നമായിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് വരുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. അടയാളങ്ങളെല്ലാം നിറവേറുന്നു. സഭയെ, ഈ ദിവസം ദൈവം സഭയ്ക്ക് സന്ദേശം കൊടുക്കുകയാണ്. നാം എല്ലാവരും ഏതെങ്കിലും ഒരു സഭയിൽ പോകുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സഭയിൽ
രക്തം കൊടുത്തിട്ട് ചുളക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തതായി നിർദോഷവും നിഷ്കളങ്കവുമായി മാറ്റിയതായ കർത്താവ് നമുക്ക് വേണ്ടി രക്തത്തെ ഒഴുക്കിക്കൊണ്ട് നമ്മെ സഭയാക്കി മാറ്റാനിടയായി. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആളുകൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി വ്യക്തിപരമായി സ്വീകരിച്ച ആളുകൾ ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങൾ ആയിരിക്കുകയാണ്. സഭ ഒരു ദേശത്തോ ഒരു ഭാഷയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സാർവദേശികമായ സഭ. ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ മണവാട്ടി സഭയാണ്. ഇന്നുള്ള പലരും പറയും, ഞങ്ങളുടെ സഭയാണ് വലുത്, ഞങ്ങളുടെ സഭയാണ് വലുത്, ഞങ്ങളുടെ ദേവദാസനാണ് വലുത്, ഞങ്ങളുടെ ദേവദാസനാണ് വലുത്, ഞങ്ങൾക്ക് നല്ല വചനമറിയാം, ഞങ്ങൾക്ക് സൗഖ്യ വരമുണ്ട്, ഞങ്ങളുടെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, രോഗശാന്തി നടക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറയുന്നു, കലഹിക്കുന്നു. ദൈവം വിവിധമായ വരങ്ങൾ വിവിധ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പ്രവചനവരം, ഒരാൾക്ക് ജ്ഞാനവചനം, ഒരാൾക്ക് ബുദ്ധിയുടെ വചനം, മറ്റൊരാൾക്ക് രോഗശാന്തി, മറ്റൊരാൾക്ക് സഹായിക്കുവാനുള്ള വരം, മറ്റൊരാൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം. ഇങ്ങനെ വിവിധമായ വരങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എന്നാൽ ഓരോരോ വരങ്ങൾ കിട്ടിയവർ അവരുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടു പോകുന്നു. പിശാചിന്റെ ദൃഷ്ടി എപ്പോഴും ക്രിസ്തീയ സഭയുടെ മേലാണ്. നാം പരിപൂർണരാകാതെ, നാം നിർമ്മലർ ആകാതെ, കർത്താവിന്റെ മഹത്വത്തെ നാം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഇടവരാതെ, അവന്റെ നാമം ധരിച്ചിരിക്കുന്ന നാം തന്നെ തടസ്സമായി തീരുന്നു. ആ കാലത്ത് അപ്പോസ്തലനായ യോഹന്നാന് പ്രത്യക്ഷമായി കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി 7 സഭയ്ക്ക് അറിയിക്കുക. ആ 7 സഭകൾ ഏതൊക്കെയാണ്? എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. ഈ 7 സഭകളിലും ഉള്ളതായ കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചു. എഫെസോസ് സഭയോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നീ വളരെ നിഷ്ഠയുള്ള സഭയാണെന്ന് ഞാൻ അറിയുന്നു, തെറ്റായി ഉപദേശിച്ചവരെ അപ്പോസ്തലന്മാരല്ലാത്തവരെ നീ തള്ളിക്കളഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്നെക്കുറിച്ചൊരു കുറ്റം എനിക്ക് പറയുവാനുണ്ട്. എന്താണത്? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തി, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞുവല്ലോ. നീ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നതായ ആദ്യ ദിവസം, നീ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച ആ ദിവസം, നീ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ ആനന്ദം അനുഭവിച്ചതായ ആ ദിവസം ഉണ്ടായിരുന്നതായ ആ ശക്തി, ആ സ്നേഹം, ആ തീക്ഷ്ണത ഇന്ന് നിനക്കുണ്ടോ? ഈ ദിവസമുണ്ടോ? ആദ്യം രക്ഷിക്കപ്പെടുന്ന ആളുകൾ നേരെ മുമ്പിൽ പോയി ഇരിക്കാനിടയാം. കുറെ ദിവസം കഴിഞ്ഞിട്ട് സീനിയർ 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 ആയിട്ട് ഏറ്റവും പുറകിൽ പോയിരിക്കും. എന്താണ്? കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാപിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആലയത്തിലേക്ക് 5 മണിക്കാണെങ്കിൽ 4 മണിക്ക് വന്നിരിക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് അതേ മനുഷ്യർ തന്നെ 6 മണിക്ക് മീറ്റിംഗ് ആണെങ്കിൽ അരമണിക്കൂർ മുമ്പാണ് വരുന്നത്. മീറ്റിംഗ് കഴിയുന്നതിന് അരമണിക്കൂർ മുമ്പ്. നേരത്തെ അല്ല വരുന്നത്, മീറ്റിംഗ് തീരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വരും, ഞാനും വന്നിരുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടി. ഇതിന്റെ കാരണം എന്താണ്? സ്നേഹമില്ല, ആശയില്ല. ഇന്നുള്ളതായ ക്രിസ്ത്യാനികൾക്ക് യേശുവിന്റെ വചനത്തോട് ശ്രദ്ധയില്ല. ദൈവവചനം ഇങ്ങനെ കേട്ട് 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 ശീലമായിട്ട് അനേകരും ദൈവത്തിന്റെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ദൈവസ്നേഹത്തെ ഉപേക്ഷയായി കാണുന്നു. സത്യം പറയുക, നീ നിന്റെ പൂർണ്ണശക്തിയോടും പൂർണ്ണബലത്തോടും പൂർണ്ണ ആത്മാവോടും നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യ സ്നേഹം നിന്നിലുണ്ടോ? എന്നാൽ ഇന്ന് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നതായി അനേകരുടെ ജീവിതത്തിൽ ദൈവസ്നേഹം വർദ്ധിക്കുന്നതിന് പകരമായി കുറയുകയാണ്. ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
ദൈവദാസന്മാരെന്ന് കേട്ടാൽ തന്നെ പണ്ടൊക്കെ വളരെ ബഹുമാനമുണ്ടായിരുന്നു. ഇപ്പോഴും ആ ബഹുമാനമുണ്ടോ? ദൈവവചനം കേൾക്കുവാൻ ശ്രദ്ധയോടെ ഓടിപ്പോകുമായിരുന്നല്ലോ. പ്രാർത്ഥിക്കുവാൻ വളരെ താല്പര്യത്തോടെ പോകുമായിരുന്നല്ലോ. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബോറായിരിക്കുന്നുവോ? പ്രാർത്ഥനയോ? എന്താണ് ഇന്നുള്ള ക്രിസ്ത്യാനികൾ? അവർ മടുത്തു പോകുന്നു. കാരണം അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ എല്ലാ വിഷയത്തിലും നന്നായിരുന്നാലും സ്നേഹമില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് വ്യർത്ഥമാകുന്നു. പൗലോസ് പറയുന്നു, മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും എന്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചു കൊടുത്താലും, ദൂതന്മാരുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചാലും, പാവപ്പെട്ടവർക്ക് വേണ്ടി എനിക്കുള്ള സമ്പത്തെല്ലാം വിറ്റുപെറുക്കി കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാകുന്നു. യേശുക്രിസ്തുവിനെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിട്ടോ ഒരു ഭയത്തോടു കൂടിയോ ഒരു ആചാരമായിട്ടോ അവനെ അനുഗമിക്കരുത്. സ്നേഹത്തോടു കൂടിയാണ് നീ അവനെ അനുഗമിക്കേണ്ടത്. അതാണ് അവൻ പറയുന്നത്. നിർബന്ധിച്ചാർക്കും യേശുവിന്റെ മക്കളാകുവാൻ കഴിയുകയില്ല. ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നുള്ള അനേകം ക്രിസ്ത്യാനികളിൽ അവർക്ക് സ്നേഹമില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയില്ല. എപ്പോഴാണോ നീ ദൈവത്തെ സ്നേഹിക്കുന്നത്, അവന്റെ സ്നേഹം നിന്നെ നിറഞ്ഞു കവിയുന്ന സമയത്ത് നിന്റെ അയൽക്കാരെ നീ നിന്നെ പോലെ സ്നേഹിക്കും. നീ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് നിന്റെ അയൽക്കാരെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. നീ വിവാഹം കഴിച്ചിരിക്കുന്ന നിന്റെ ഭർത്താവിനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. നിന്റെ ഭാര്യയെ നിനക്ക് സ്നേഹിക്കുവാനും അവളോട് ക്ഷമിക്കുവാനും കഴിയുന്നില്ല. നീ നിന്റെ അയൽക്കാരെ കണ്ടിട്ട് അസൂയപ്പെടുന്നു, അവരോട് മത്സരിക്കുന്നു. എന്നാൽ അവരുടെ വളർച്ച കണ്ടിട്ട് നിനക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, ആ കാൽവരി ക്രൂശിൽ അവൻ കാണിച്ചു തന്ന സ്നേഹം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയേണ്ടതാണ്. അന്ത്യകാലങ്ങളിൽ ക്രിസ്തീയ സഭകളിൽ എല്ലാം ഉണ്ടായിരിക്കുമെന്നാൽ സ്നേഹം കുറഞ്ഞു പോകും, സ്നേഹം കാണില്ല. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. നിങ്ങൾ ബോർഡ് വെച്ചിട്ട് പ്രയോജനമില്ല, ബാഡ്ജുകൾ കുത്തിയിട്ട് പ്രയോജനമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ, ഓ ഇവരെന്തുകൊണ്ട് ഇത്രയും സ്നേഹിക്കുന്നു, ഇവർ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് ലോകം മനസ്സിലാക്കാനിടയാകും. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ ഐക്യത എവിടെ? സ്നേഹം എവിടെ? 10 ദൈവദാസന്മാർക്ക് ഒരിടത്ത് ഒരുമിച്ചിരിക്കാൻ കഴിയുമോ? ഒരേ സഭയിലായിരിക്കുന്ന 10 വിശ്വാസികൾക്ക് ഐക്യതയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് സഭകൾ ഡ്രൈ ആയി പോകുന്നത്, ഉണങ്ങിപ്പോകുന്നത്. സ്നേഹമില്ലാതെ ചെയ്യുന്നതായ പണികൾ ഒരു റൊട്ടീനായിട്ട്, ഒരു ഡ്യൂട്ടി പോലെ, ശീലമായിട്ട്, ഒരു ആചാരമായിട്ട്, ഒരു വിധിയായിട്ട്. എന്തു ചെയ്യാനാ? എൻ്റെ അവസ്ഥ ഇങ്ങനായി. എന്തു ചെയ്യാം? ഞായറാഴ്ച ദൈവസഭയിൽ പോയില്ലെങ്കിൽ പാസ്റ്റർ വഴക്കുണ്ടാക്കും. പോവാം, നടക്ക്, എന്തു ചെയ്യാം? എന്താണ് എന്ന രീതിയിൽ ഒരു സങ്കടത്തോടുകൂടി, വേദനയോടുകൂടി, ഇനി എത്ര നാളിങ്ങനെ യേശുവിൽ വിശ്വസിച്ചു പോകണം, പ്രാർത്ഥിച്ചാൽ ഒരു മറുപടിയും തരത്തില്ല എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. എത്ര നാളിങ്ങനെ ഇനി കള്ളം പറയാതെ ജീവിക്കാനിടയാകും, അനാവശ്യമായിട്ട് മാനസാന്തരപ്പെട്ടതാണ് എന്ന് ചില ആളുകൾ ദുഃഖിക്കുന്നത് കാണാം. എന്താണ്? കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് നിനക്കെന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടോ? ചിന്തിക്കൂ. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകൾ നിന്നിൽ വരുന്നതിന്റെ കാരണം എന്താണ്? നീ ദൈവത്തിന്റെ സ്നേഹത്തെ നഷ്ടമാക്കിയിരിക്കുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? ഓർത്തുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. അല്ല എങ്കിൽ നിന്റെ നിലവിൾക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ എടുക്കും. സഭയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ്. എഫെസോസ് സഭയിലുള്ളതായ ബലഹീനത അത് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ദിവസം പറയുക, നിങ്ങൾ യഥാർത്ഥമായും യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? വായുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. യേശുവിന്റെ സ്നേഹവുമായിട്ട് നമ്മുടെ സ്നേഹം താരതമ്യം ചെയ്താൽ എത്രയാണ്? ചെയ്യേയുള്ളൂ. എത്രയുണ്ട്? കാണാൻ പോലും കഴിയില്ലായിരിക്കാം. അത് മുട്ടുസൂചിയുടെ തുമ്പ് പോലെ. നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നതായ സമയത്ത് നമ്മുടെ ജീവിതം മുഴുവനും അവന് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവനെ സ്നേഹിക്കും. എന്റെ അനേകരുടെ സ്നേഹം വസ്തുക്കളിലേക്ക് മാറിപ്പോകുന്നു, ലോകത്തിലേക്ക് പോകുന്നു. ലോകത്തിലും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ലോകത്തിലുള്ളതെല്ലാം കൺമോഹവും ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപവുമാണ്. ലോകസ്നേഹം നമ്മിൽ ഉണ്ടായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വീണുപോകാനിടയാകും.
ഇന്ന് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാം. ഒരു നിമിഷം എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് കണ്ണുനീരോടെ ആ കർത്താവിനോട് പറയുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ അപ്പ. ഈ സമയത്ത് ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിന്റെ വേദനകളെ, അവരുടെ പ്രാർത്ഥനകളെ, അവരുടെ അനുതാപത്തോടുള്ള ഹൃദയങ്ങളെ കാണുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് നിന്റെ ആ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ ആശ്ലേഷിക്കണമേ. ആരും നശിക്കുന്നത് ഇഷ്ടമില്ലാത്തതായ കർത്താവ്, നിന്റെ നാമം ധരിച്ചിരിക്കുന്ന ഞങ്ങൾ, നിന്നിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്ന ഞങ്ങൾ നരകത്തിൽ പോകാതെ, അഗ്നികുണ്ഡത്തിൽ വീഴാതെ, നീ വരുന്നതായ സമയത്ത് മാറത്തലച്ച് നിലവിളിക്കുന്ന സമൂഹത്തിൽ അകപ്പെടാതെ ക്രിസ്തുവിൽ എടുക്കപ്പെടുന്ന സഭയിലേക്ക് ഞങ്ങളെ ചേർക്കുമാറാകണമേ കർത്താവേ. സ്നേഹം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് ആദ്യത്തെ സ്നേഹം കൊടുക്കണമേ. ദാരിദ്ര്യത്തിലായിരിക്കുന്നു എന്ന് പറയുന്നവർ, കഷ്ടതയിലായിരിക്കുന്നു, ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും വീണുപോകുന്നുവെന്ന് പറയുന്നവരെ ബലപ്പെടുത്തി അവരുടെ കഷ്ടത അനുഗ്രഹം മാറ്റുവാൻ ആവശ്യമായ ശക്തി കൊടുക്കുമാറാകണമേ. ഏതു സഭയിൽ നിന്ന് വന്നവരായാലും ഏതു നാട്ടിൽ നിന്ന് വന്നവരായാലും ഞങ്ങളെല്ലാവരും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്നുള്ള സത്യം, ഒരേ രാജ്യത്തിന്റെ അവകാശികളായി മാറുന്നവരാണെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണമേ. പരസ്പരം ഐക്യതയോടെ സ്നേഹത്തോടെ പോകാൻ സഹായിക്കണം. ഒരാൾ ഒരാളെ കുറ്റപ്പെടുത്താതെ, ഒരാൾ മറ്റൊരാളെ വിമർശിക്കാതെ, പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, പരസ്പരം ഐക്യതപ്പെട്ടുകൊണ്ട്, പരസ്പരം ഉദ്ധരിക്കുന്നതിന് വേണ്ടി, പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടി, പരസ്പരം ഐക്യതയോടെ ഉള്ളവരായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന നാം എല്ലാവർക്കും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.